അങ്ങനെ വീണ്ടും ഒരു മനോഹരമായ ദിവസം എനിക്കിവിടെ ആരംഭിക്കുകയാണ്. ഞാൻ എൻ്റെ അടുക്കള സാമ്രാജ്യത്തിലേക്ക് കയറി. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൽ പതിവാണ്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചെന്നാൽ പിന്നെ ജനലൊക്കെ അങ്ങ് തുറന്നിട്ടാൽ കുറച്ച് പുറത്തെ ഭംഗിയാണ്. പക്ഷേ 6:15 ആയിട്ടേ ഉള്ളൂ, അധികം നേരം വെളുത്തില്ല. അപ്പോൾ താലപ്പൊലി പോലെ ഈ 2 പാത്രവും പിടിച്ച് വരുന്നത് എന്താണെന്നറിയാവോ? രാവിലെ എൻ്റെ കെട്ടിയവനാണെങ്കിൽ കട്ടൻ ചായ കുടിക്കുള്ളൂ, മക്കൾ പാലാണ്. അപ്പോൾ അത് രണ്ടും അടുപ്പത്ത് വെച്ചു, വെള്ളം തിളച്ചു, തേയില ഇട്ടു. കട്ടൻ ചായ ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട്. പിള്ളേരുടെ പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ടു. അത് അപ്പത്തിന് ആട്ടി വെച്ചിരിക്കുന്ന മാവാണ് കേട്ടോ. അയ്യോ, മാവിനകത്ത് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കണമല്ലോ. എങ്കിൽ പിന്നെ തേങ്ങ കുറച്ച് ചിരകാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് പാലൊക്കെ തിളച്ച് റെഡി ആവുമല്ലോ. അങ്ങനെ പോയി നിന്ന് തേങ്ങയൊക്കെ ചിരകി. അപ്പോഴേക്കും പാല് റെഡി ആയിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് വെച്ചു. ഇതാണ് എൻ്റെ വീട്ടിലെ ഹൈടെക് അലമാര. അതായത് ഇതിൻ്റെ ഡോറ് തുറന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ പൊടികളെടുക്കാൻ, എല്ലാത്തിൻ്റെയും ഗ്ലാസ് ഇളക്കി വെച്ചിരിക്കുകയാണ്. എളുപ്പമുണ്ടല്ലോ. അങ്ങനെ പിള്ളേരുടെ ഹോർലിക്സൊക്കെ എടുത്തു, അത് പാലിലൊക്കെ കലക്കി. അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ടല്ലോ, ഇവരാരും എഴുന്നേൽക്കുന്നില്ലേ എന്ന് ആലോചിച്ചിട്ട് പാലൊക്കെ സെറ്റാക്കി വെച്ച്. അതെ, ആരോടും പറയരുത്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ അടുക്കളയിലെ കാമുകൻ, കോടീശ്വരനായ കാമുകൻ. ഞങ്ങൾ എന്നും കാര്യം പറയാം, ആളതേ നന്നായിട്ട് കണ്ടോ, വേറെ ആരോടും പറയരുത്. അങ്ങനെ പിന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിയാന്ന് വിചാരിച്ച് വന്നു. തേങ്ങാപ്പാൽ പിഴിഞ്ഞു, മാവിലൊഴിച്ചു. മാവൊക്കെ അങ്ങനെ ഇളക്കി ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു. അത് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെന്ന് കരുതി. ആ സമയം കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ പാൽ കുടിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് വേണ്ട അപ്പച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. മാവൊഴിച്ചു. ഇനി എല്ലാവരും ചെയ്യുന്ന സ്ഥിരം കലാപരിപാടിയാണ്. ആ അപ്പച്ചട്ടി എടുത്ത് ഒന്ന് റൗണ്ടായിട്ട് കറക്കി നല്ല ഭംഗിയിൽ അതിനെ അവിടെ വെച്ച്. ഇനിയിപ്പോൾ അപ്പത്തിന് കറി വേണമല്ലോ. അപ്പം ശരി, നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അങ്ങനെ സവാളയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ റെഡി ആയപ്പോഴത്തേക്ക് എൻ്റെ പോരാളി നമ്പർ 1 എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ആളെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല, അവൻ തന്നെത്താനെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം അവൻ പാലൊക്കെ എടുത്ത് തനിയെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എടാ പോയി കുളിക്കടാ എന്നൊക്കെ പറഞ്ഞ ആളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ അപ്പമൊക്കെ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. അതെടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് ഇനിയാണ് എൻ്റെ ഉള്ളി അരിഞ്ഞ് കരയുവാണ്. മെയിൻ ടാസ്ക് ഇതാണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് അവനെപ്പോലെ അങ്ങനെ നല്ല മൂഡിൽ എണീറ്റ് വരില്ല. ഇവളടുത്ത് ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് എണീക്കാൻ പറഞ്ഞാൽ അവൾ വടക്കോട്ട് തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് പോയിട്ട് ഏതെങ്കിലും ദിക്കിലൊക്കെ എഴുന്നേറ്റ് വരുന്ന കോലമാണ് ഈ കാണുന്നത്. ഒരുവിധം എഴുന്നേൽപ്പിച്ച് വായൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്തിരുത്തി. എന്നിട്ട് അവളെ പറഞ്ഞു വിട്ടിട്ട് ഇത് ബിരിയാണി അരിയാണ്, അതൊക്കെ എടുത്ത് അടുപ്പിലിട്ട്. ഇത് ചമ്മന്തിയാണ്, ബിരിയാണി ചമ്മന്തി അല്ല കേട്ടോ, അത് വഴിയേ പറയാം. എൻ്റെ മോന് കൊണ്ടുപോകാനാണ് ചമ്മന്തി. ആൾ ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചപ്പോഴതേ പച്ചമുളക്